ജിൽസി, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് KSEBയുടെ ഒരു നിർണായക അവലോകന യോഗം ഇന്ന് നടക്കുന്നുണ്ട്. മറ്റൊന്ന് ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന തീയതി കൂടിയാണ് ഇന്ന്. അതിൽ നമുക്ക് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മുതൽ തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ ആയിരുന്നു സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം പുറത്തു വന്നത്. ഇന്നലെ അതിന്റെ വിശദമായ കണക്കുകളെല്ലാം തന്നെ നമ്മൾ കൃത്യമായി തന്നെ ആദ്യ മണിക്കൂറുകൾ മുതൽക്കേ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ലഭ്യമാക്കിയിരുന്നു. അതിന്റെ അടുത്ത ഘട്ടം തൊട്ടടുത്ത ദിവസമാണ് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലങ്ങൾ പുറത്തു വരുന്നത്. ഏകദേശം 4,41,000 വിദ്യാർത്ഥികളാണ് തങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസം എന്ന അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസം എന്ന അടുത്ത ഒരു ഫേസിലേക്ക് കടക്കുവാൻ വേണ്ടി ഇന്നത്തെ ദിനം കാത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഈ പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. കഴിഞ്ഞ വർഷം 82.5% വിജയം. ആ വിജയ ശതമാനത്തിൽ ഇത്തവണ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഏപ്രിൽ 3-ാം തീയതി മുതൽ ആരംഭിച്ച് 24-ാം തീയതിയോടുകൂടി തന്നെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പൂർത്തിയായിരുന്നു. ഏകദേശം 77 ക്യാമ്പുകളിലായി 25,000-ത്തോളം അധ്യാപകർ പണിപ്പെട്ട് തീർത്ത മൂല്യനിർണ്ണയമായിരുന്നു ഇത്തവണത്തേത്. കാരണം കഴിഞ്ഞ തവണ മെയ് 25-ാം തീയതി ആയിരുന്നു ആ പരീക്ഷാഫലം പുറത്തു വന്നത്. എന്നാൽ ഇത്തവണ ഏകദേശം 16 ദിവസത്തോളം നേരത്തെ മെയ് 9-ാം തീയതി പരീക്ഷാഫലം വരുന്നു എന്നുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു വലിയ നേട്ടമായി തന്നെ എടുത്തു കാട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം എല്ലാവരും ഒരുപാട് യൗവനങ്ങളുടെ അല്ലെങ്കിൽ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു തലമുറയുടെ നെഞ്ചിരിപ്പ് ഏറെ വർദ്ധിപ്പിക്കുന്ന മണിക്കൂറുകളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.